ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂരിലെ ചെമ്പുകാവിലെ സൂവിനെ കുറിച്ച് പറയാനാണ്. അപ്പോൾ ഇനി മുതൽ നമ്മുടെ സൂ തൃശ്ശൂർ പുത്തൂർക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ മാസം 28-ാം തീയതിയാണ് കേട്ടോ ഇനോഗ്രേഷൻ വരുന്നത്. നമ്മുടെ മന്ത്രി പിണറായി വിജയൻ സാറാണ് കേട്ടോ ഉദ്ഘാടനം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇവിടെ ടിക്കറ്റ് റേറ്റും വളരെ കുറവാണ്. 20-25 റുപ്പീസൊക്കെയാണ് അഡൾട്ടിന് വരുന്നുള്ളൂ. അതുപോലെ ഫാമിലി പാക്കേജും വരുന്നുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ബാഗിൽ ഫുഡ് ഐറ്റംസ് ഒന്നും പാടില്ല. അതുപോലെ പ്ലാസ്റ്റിക് കുപ്പി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും നമുക്ക് അകത്തോട്ട് കയറ്റാൻ പറ്റില്ല കേട്ടോ. ഉണ്ണികളുടെ ഒക്കെ ഉള്ള സാധനങ്ങളൊക്കെ നമുക്ക് പറ്റും, പക്ഷെ അല്ലാത്തതൊന്നും അവർ അലോ ചെയ്യുന്നതല്ല. പിന്നെ ആദ്യം കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് പക്ഷികളെയൊക്കെയാണ് കാണാൻ കഴിയുക. പ്രത്യേകിച്ച് തത്തകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുക. അത് കഴിഞ്ഞിട്ടാണ് മൂങ്ങ അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിരിക്കും കേട്ടോ. ഇപ്പോൾ കുറച്ച് കുറവാണ്, എങ്കിലും അത്യാവശ്യം ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ മുള്ളംപന്നിയാണ് കേട്ടോ. വലിയ സൈലൻ്റാണ് പുള്ളി, എന്നാലും കുഴപ്പമില്ല. ആൾക്ക് ആർക്കും ഒരു ഉപദ്രവമില്ലാണ്ട് നടക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഇവിടെ മ്യൂസിയം ഉണ്ട് കേട്ടോ. നമുക്കത് ഒരു 6 PM വരെ 6 PM 5 PM വരെ ഉണ്ടായിരിക്കുന്നതാണ്. അതിനും കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് ക്ലോസ് ചെയ്യും കേട്ടോ. എന്നിട്ട് തിന്നണത് ഇത് എമ്മു ആണ് കേട്ടോ. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒട്ടകപ്പക്ഷിയുടെ ഒക്കെ ഒരു ചെറുത് പോലെ തോന്നും, പക്ഷെ അത് എമ്മു ആണ് കേട്ടോ. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മാനാണെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ മാനിനെയൊക്കെ കണ്ട് കുറച്ച് മുന്നിലോട്ടൊക്കെ പോയപ്പോൾ ഒരു നല്ലൊരു സ്പോട്ട് കിട്ടി കേട്ടോ, മോളുടെ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ. അപ്പോൾ അച്ഛനും അമ്മമ്മയും കൂടി അവളുടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ് കേട്ടോ. അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. ആ സമയത്താണ് അവൾ കയ്യൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മരം ആർക്കെങ്കിലും കണ്ടറിയോ? ഇതിലൊരു വലിയൊരു കായൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പൂവ് എനിക്ക് തോന്നുന്നു പണ്ട് സമയത്ത് ഞങ്ങൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഇതിൻ്റെ പൂവ് ഞങ്ങളെപ്പോഴും പറയാറുണ്ടായിരുന്നു, നമ്മുടെ വിഷ്ണു ഭഗവാൻ കിടക്കുന്ന നാഗത്തിൻ്റെ ഒരു ഷേപ്പായിരുന്നു കേട്ടോ ഈ പൂവിന്. കറക്റ്റ് ആ ഒരു ഷേപ്പിലായിരുന്നു കണ്ടിരുന്നത് കേട്ടോ. കുറച്ചും കൂടി പോകുമ്പോൾ അവിടെ വേറൊരാൾ വെള്ളത്തിൽ കിടക്കുന്നുണ്ട് കേട്ടോ. നല്ല ചൂടൊക്കെ അല്ലേ, അപ്പോൾ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് കിടന്നാൽ തോന്നുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് അവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ, പാർക്കൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ആ കുളത്തിൽ മുതലുണ്ടെന്നാണ് പറയാറ്, പക്ഷേ നമ്മൾ കണ്ടില്ല കേട്ടോ. ചിലർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ.
അത് ഇടയ്ക്ക് മാത്രമേ കേട്ടോ പുറത്തേക്ക് വരുള്ളൂ. ബാക്കിയൊന്നും ഭംഗിയില്ല, അതാണ് കുട്ടി പറയുന്നത്. ഇഷ്ടായ കുഞ്ഞിക്ക് എന്താ ഇത്? ഇഷ്ടായ ഇഷ്ടായ ചുച്ചു ഹലോ ഹായ്. ഇത് കുറച്ചുകൂടി മെച്ചുവേർഡ് ആയിട്ടുള്ള അല്ലേ? ഗാന്ധിയുടെ കൂടെ ഗാന്ധി ഗാന്ധിയുടെ വംശത്തിനുള്ള പോയി കുട്ടിക്കറുതാ കുഞ്ഞു കൊണ്ട് വരുന്നില്ല. പ്രഗ്നന്റ് ആവുന്നുണ്ടോ? ഈ കുളത്തിലുള്ളത് ചീങ്കണ്ണിയാണ് കേട്ടോ. അത് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല. ഇനി സൂൻ്റെ ലാസ്റ്റ് കാഴ്ചയാണ് കേട്ടോ. കുറച്ച് സ്നേക്സിനൊക്കെ കാണാൻ പറ്റും നമുക്ക്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് കയറിയിട്ടില്ല, കാരണം മോൾക്ക് ഭയങ്കര പേടിയാണ്. അത് കാരണം അങ്ങോട്ട് കയറിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ സൂൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.